കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിളികളിലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ, അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ, ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഈശോയെ, ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ, ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. കർത്താവെ, ഈ കാലങ്ങളിലെല്ലാം മനസ്സമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശ്രയിക്കും. ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. 10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീറായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കർത്താവേ, അവർ ഈ ജോലി നഷ്ടപ്പെട്ട എനിക്ക് വേറൊരു ജോലി തരണമേ കർത്താവേ എന്ന് വിചാരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. രോഗങ്ങൾ മാറാതെ, സമാധാനം ഇല്ലാതെ, ഉറക്കമില്ലാതെ പോകുന്നുണ്ട് ഈശോയെ. കടകമ്പോളങ്ങളും കന്നുകാലികളെയും വളർത്തി ജീവിക്കുന്ന കുഞ്ഞു വരുമാനക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആശീർവദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ പഠനം, മക്കളുടെ ഉദ്യമങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും അവിടെ പ്രാർത്ഥനകൾ കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആശീർവദിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം പോകുന്നു, അവിടെല്ലാം സംസാരിക്കുന്നു, എല്ലാ നിയോഗങ്ങളും കർത്താവ് നിറവേറ്റട്ടെ.